ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുവാൻ സമാധാനത്തിനായി പ്രാർത്ഥനയുമായി ഇറാനിലെയും ഇസ്രായേലിലെയും കത്തോലിക്ക സഭാ നേതൃത്വം. സങ്കീർണമായ വ്യോമാക്രമണങ്ങൾ ഇരു രാജ്യങ്ങളും തുടരുന്ന പശ്ചാത്തലത്തിലാണ് സമാധാന പ്രാർത്ഥനയ്ക്ക് സഭാ നേതൃത്വം തുടക്കം കുറിച്ചത്. സൈനിക സംഘർഷം വലിയ യുദ്ധത്തിന് വഴിയൊരുക്കുമെന്ന ആശങ്കയ്ക്കിടെയാണ് ഇറാനിലെ ടെഹ്റാൻ ഇസ്ഫഹാൻ അതിരൂപതയിലെ കർദിനാൾ ഡൊമിനിക് മാത്യുവും ഇസ്രായേലിലെ ജെറുസലേമിലെ ലത്തീൻ പാത്രിയാർക്കീസായ കർദിനാൾ പിയർ ബാറ്റിസ്റ്റ പിസാബെല്ലയും സമാധാനത്തിനായി പ്രാർത്ഥനാ ആഹ്വാനം നൽകി. സമാധാനത്തിന്റെ ദൈവമേ, നീ ഇന്നലെയും ഇന്നും ഒരുപോലെയാണ്. ഹെബ്രായർ 13:8 അങ്ങ് പറഞ്ഞിരിക്കുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമാകരുത്, അവർ ഭയപ്പെടരുത്. യോഹന്നാൻ 14:27 ഇങ്ങനെയാണ് പ്രാർത്ഥന തുടരുന്നത്. മേശയ്ക്ക് ചുറ്റും സംഭാഷണം നടത്തുന്നതിന് പകരം പ്രതിരോധ ആക്രമണങ്ങൾ നടത്തുന്നത് തങ്ങൾ വീക്ഷിക്കുന്നത് ഏറെ ഖേദത്തോടെയാണെന്ന് കർദിനാൾ ഡൊമിനിക് മാത്യു പറഞ്ഞു. സമവായത്തെ അടിസ്ഥാനമാക്കിയുള്ള സംഭാഷണത്തിലൂടെ സമാധാനം നിലനിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുവെന്നും പരിശുദ്ധാത്മാവ് ഈ പ്രക്രിയയെ നയിക്കട്ടെയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജൂൺ 13-നാണ് ഇസ്രായേൽ ഇറാന് നേരെ ആദ്യ ആക്രമണം ആരംഭിച്ചത്. ഇറാന്റെ ആണവ പദ്ധതി അവസാനിപ്പിക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസ്താവിച്ചിരുന്നു. പിന്നാലെ ഇറാൻ നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചു. യുദ്ധസമാനമായ ആക്രമണങ്ങളിൽ 200-ലധികം ഇറാനികളും കുറഞ്ഞത് 24 ഇസ്രായേലികളും കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. ഗാസയിലും യുക്രൈനിലും ഉൾപ്പെടെ വർഷങ്ങളായി തുടരുന്ന സംഘർഷങ്ങൾക്ക് അറുതി വരുത്താൻ ലോകമെങ്ങും ആഗ്രഹിക്കുമ്പോഴാണ് പുതിയൊരു പോരാട്ടമുഖം കൂടി തുറന്നത്. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതികൾ തടയാനുള്ള നീക്കമാണിതെന്നും ലക്ഷ്യം കൈവരിക്കും വരെ തിരിച്ചടി തുടരുമെന്നുമാണ് ഇസ്രായേലിന്റെ നിലപാട്.